ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ എങ്ങനെ എൻഗേജ്ഡ് ആക്കി വെക്കാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ നമുക്കറിയാം കുഞ്ഞു പ്രായത്തിൽ അവർ കുറേ ശാഠ്യവും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർ കുറേ നേരം ടി വി കാണും. കുറച്ച് നേരം ടി വി കണ്ട് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ദേഷ്യമായി അരിശായി പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് പിന്നെ കുറേ നേരം ടി വി കാണുന്നത് ഒട്ടും നല്ലതല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ പിള്ളേരെ മാറ്റി പിള്ളേർക്ക് എന്താണ് കുറച്ച് ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം പിള്ളേർ ടി വി കാണും. കുറച്ച് നേരം ടി വി കണ്ട് കഴിയുമ്പോഴത്തേക്കും എനിക്കെന്താണ് എനിക്ക് തോന്നും ഇതിപ്പം ടി വി ഓഫാക്കാൻ ടൈമായി എന്ന് തോന്നും. അപ്പം ഞാൻ പോയിട്ട് ടി വി ഓഫാക്കും. അത് കഴിഞ്ഞ് പിള്ളേരെയും കൊണ്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ പുറകിൽ ബാക്ക് യാർഡിൽ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ബൈക്ക് എടുത്ത് അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കാൻ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെ എൻഗേജ്ഡ് ആക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ പറയാൻ പോകുന്നത്. നമ്മളും ഇതുണ്ടോ പിള്ളേരുടെ കൂടെ കുറേ നേരമൊക്കെ ഇരിക്കുക. അതുപോലെ നമുക്കറിയാം നമ്മൾ മാക്സിമം നമ്മുടെ വർക്കുകളെല്ലാം വേഗത്തിൽ ചെയ്തു തീർക്കാൻ നോക്കുക. അതിനുശേഷം നമ്മളും എന്താണ് ഇതുപോലെ കുറേ കളർ പെൻസിലും കാര്യങ്ങളും ഒക്കെ എടുത്ത് പിള്ളേരുടെ കൂടെ ഇരുന്ന് അവർക്കൊരു കോമ്പറ്റീഷൻ പോലെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. അപ്പം പിള്ളേരും കുറേ നേരം അവർ എന്താണ് ടി വി കാണുമ്പോൾ ഒക്കെ ഉള്ള ആ മടുപ്പും ഒക്കെ അവർക്കും മാറി കിട്ടും. അതുപോലെ നമ്മളും പിള്ളേരുടെ കൂടെയൊക്കെ വരയ്ക്കുക. ഇപ്പം ഞാനിത് പകുതി വരച്ച് വെച്ചിരിക്കുന്നതാണ്. സെറിൻ ഇതുണ്ടോ നല്ലൊരു പിക്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റീവ് ഇവിടെ നല്ലൊരു വെസ്റ്റ് ബംഗാളോ വെസ്റ്റ് ബംഗാളിലാട്ടോ വരയ്ക്കുന്നത്. അവസാനം ഞാനൊരു കൺക്ലൂഷനിൽ എത്തിച്ചു കേട്ടോ. ഇതാണ്ട് ഞാൻ ഇങ്ങനെ എന്തോ ഒരു പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ പിള്ളേരുടെ ടൈം പാസ് ചെയ്യിപ്പിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്ക് ശാരീരിക മാനസികമായിട്ടുള്ള വളർച്ചയെല്ലാം നല്ല പ്രോപ്പറായിട്ടും നടക്കും. പുറത്ത് നല്ല ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും പിള്ളേർ കുറച്ചും കൂടെ ആക്റ്റീവാകും. നമുക്കറിയാം നമ്മൾ കുറേ നേരമാണെങ്കിലും ടി വിയുടെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മൊബൈൽ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ക്ഷീണിക്കുവാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ അങ്ങോട്ട് ഭയങ്കര ക്ഷീണം നമുക്കുണ്ടാകും. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ വലിയവരാണേലും ചെറിയ കുഞ്ഞുങ്ങളാണേലും കുറേ നേരം ടി വിയുടെ മുന്നിൽ ഇരിക്കുന്നത് കൊള്ളത്തില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഞാൻ സാധാരണ ഈ കാര്യമാണ് ചെയ്യുന്നത്. കുറച്ച് നേരം പിള്ളേരെ ബാക്ക് യാർഡിൽ കൂടെ കളിപ്പിച്ച് പിന്നെ കുറച്ച് നേരം ഞാനും എന്താണ് പിള്ളേരുടെ കൂടെ കളിക്കാനൊക്കെ കൊടുക്കും കേട്ടോ. നമുക്ക് എന്താണ് കളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു എങ്കിലും ഞാൻ പിള്ളേരുടെ കൂടെ എന്താണ് കുറച്ച് നേരം ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പൊക്കി ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുക. അങ്ങനെ കുറേ കളികളിലൊക്കെ ഏർപ്പെടുത്തും കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതുപോലെ പിള്ളേരെ എന്താണ് ഒരു റാബിറ്റ് ഉണ്ട്. അപ്പം ആ മുയലിനൂടെ അങ്ങനെ പിള്ളേർ അതുങ്ങൾക്ക് അതിന് ഫുഡ് കൊടുപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഓടാനും ഓട്ടമത്സരം പോലെയൊക്കെ ഞാൻ സാധാരണ ചെയ്യിപ്പിക്കാറുണ്ട്. ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ പിള്ളേർ അകത്തിരിക്കുന്ന ആ ഒരു മൈൻഡിൽ നിന്നും അതുങ്ങൾ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് എയറും കാറ്റും വെളിച്ചവും എല്ലാം കൊള്ളുമ്പോഴത്തേക്കും അതുങ്ങൾക്ക് നല്ലൊരു എന്താണ് എനർജി കിട്ടും അല്ലേ. അപ്പം മാത്രമല്ല കൈയും കാലും ഒക്കെ അനങ്ങും. പിന്നെ തണുത്തിരിക്കുന്ന നമ്മുടെ കൈയും കാലും ഒക്കെ നല്ല കുറച്ചും കൂടെ അനങ്ങി പ്രവർത്തിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ചൂടാകും അല്ലേ, കുറച്ചും കൂടെ സ്ട്രോങ് ആവും. പിന്നെ ഞാൻ ചെയ്യിപ്പിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രം വരപ്പിക്കും കേട്ടോ. കുറേ നേരം കുറേ കളർ പെൻസിലും കാര്യങ്ങളൊക്കെ നമ്മൾ പിള്ളേർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി കുറേ നേരം ഞാൻ എന്താണ് ഒരു കോമ്പറ്റീഷൻ പോലെ ആരാണ് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നത് അവർക്ക് പ്രൈസ് കൊടുക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ അവസാനം വരച്ച് വരുമ്പോഴത്തേക്കും ഞാൻ 2 പേർക്കും പ്രൈസ് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പം കളറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരുടെ സെൻസറി മോട്ടോർ കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് നടക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എനിക്കറിയാവുന്ന കാര്യം കുറച്ച് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നടത്താനൊക്കെ കൊണ്ടുപോകും കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ നേരമൊക്കെ നമ്മുടെ ഈ പിള്ളേരുടെ ബൈക്ക് ഉണ്ടല്ലോ, ബൈക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ
ഒരു കാല് വെച്ചുകൊണ്ട് ഓടിച്ച് കൊണ്ടുപോകുന്ന സംഭവമുണ്ടല്ലോ ബൈക്ക്. ഹെൽമെറ്റൊക്കെ വെച്ച് പിള്ളേരെ ഞാൻ ഈ ഈ ഏരിയ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരം വണ്ടി ഓടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ സാധാരണ വണ്ടി എടുക്കാതെ തന്നെ നടക്കാൻ പോകും കേട്ടോ. അപ്പോൾ പിള്ളേർ പുറത്തൂടെയൊക്കെ ഓടുമ്പോഴത്തേക്കും 4 പേരെ കാണുകയും വർത്താനം പറയുകയും പിന്നെ ഒക്കെ ചെയ്യും. പിള്ളേർ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഹലോ ഹൗ ആർ യു വാട്ട്സ് യുവർ നെയിം എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അതൊക്കെ പിള്ളേർക്ക് നമ്മുടെ എന്താണ് മെൻ്റലി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരാനും പ്രോപ്പറായിട്ട് നടക്കാനും പിന്നെ സോഷ്യലൈസേഷൻ പിള്ളേർക്കുണ്ടാകാനും ഒക്കെ ഏറ്റവും ഉപകാരപ്രദമാണ്. പിന്നെ കുറേ നേരം പിള്ളേർക്ക് ഏത് കാര്യത്തിലാണോ ഇൻട്രസ്റ്റ് ഉള്ള ആ കാര്യങ്ങളൊക്കെ പിള്ളേരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പിന്നെ നമുക്കറിയാവുന്ന പോലെ നമുക്ക് കുറച്ച് പറ്റുന്ന രീതിയിലൊക്കെ ഇടയ്ക്ക് എപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോയി ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ എന്താണ് പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞു പ്രായത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ഒരു ചെയറ് മുറ്റത്തിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു എന്താണ് ഒരു ഷോളോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടും. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താണ് ഇങ്ങനെ ഒരു മുറി പോലെ ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ കുറച്ച് അതായത് ഒരു ഷോപ്പ് നമ്മൾ കട നടത്തുന്ന രീതിയിൽ പിന്നെ ആ ചെയറിൻ്റെ മുകളിൽ കുറച്ച് ഇവരുടെ ഈ പറഞ്ഞ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ച് പിള്ളേർക്കൊരു എന്താണ് ഒരു പിള്ളേരൊരു കട നടത്തുകയാണ്. എന്നിട്ട് കുറച്ച് പേപ്പർ കഷ്ണം കണ്ടിച്ച് കൊടുത്തിട്ട് അത് പൈസയായിട്ട് കൺസിഡർ ചെയ്യാൻ പറയും. അപ്പം അപ്പോൾ ഒരാൾ കുറച്ച് നേരം സാധനം മേടിക്കാൻ വരുന്ന ഒരാളായിട്ടും ഒരാൾ പിന്നെ എന്താണ് സാധനം വിൽക്കാൻ നിൽക്കുന്ന കടക്കാരനായിട്ടും ആക്ട് ചെയ്യാൻ പറയും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവരുടെ റോള് ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ പിള്ളേരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു പിള്ളേർക്കൊരു രസവും കാര്യങ്ങളും പിന്നെ പിള്ളേർക്കൊരു ഐഡിയപരമായിട്ടുള്ള ഇങ്ങനെ ആണ് ഷോപ്പിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പിള്ളേർക്ക് കുറച്ച് ബോധവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് പറ്റുന്ന രീതിയിലൊക്കെ ഇരുന്ന് എന്താണ് ആദ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കും കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് തീർത്താലേ നമുക്ക് സമാധാനത്തോടെ പിള്ളേരുടെ കൂടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ ചെയ്ത് തീർത്തിട്ട് പിന്നെ പിള്ളേരുടെ കൂടെ ഞാൻ ചെറുപ്പത്തിൽ കളിച്ച കളിയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ 3 പേര് 4 പേര് ഇങ്ങനെ നിലത്തിരുന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് എന്താണ് അക്കത്തിക്ക് താന വരുമ്പോൾ കല്ലേ കുത്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു പാട്ടൊക്കെ ഇല്ലേ. അത് ഇങ്ങനെ അതൊക്കെ രസമാണ്. പിള്ളേരെ കൊണ്ട് ഞാനിങ്ങനെ കളിപ്പിക്കും. അപ്പോൾ അവർക്ക് അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം സ്റ്റീവനും സാറിനും ഒക്കെ ആ പാട്ടൊക്കെ കുറച്ചൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കും. പിന്നെ ഈ എന്താണ് പാട്ട് മത്സരം, ഡാൻസ് മത്സരം അങ്ങനെയൊക്കെ കുറച്ച് നേരം ചെയ്യിപ്പിക്കും. അപ്പം പിള്ളേരെയൊക്കെ കുറച്ച് എന്താണ് നമുക്ക് കൂടുതൽ എൻഗേജ് ആക്കി വെക്കാൻ പറ്റും. പിന്നെ ഈ TV കാണുന്നത് നമുക്ക് കുറച്ച് അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പാട്ട് മത്സരം, ഡാൻസ് പാട്ട് മലയാളത്തിലൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ലെങ്കിലും പിള്ളേരെന്താണ് ഇംഗ്ലീഷിലാണേലും അവർക്കറിയാവുന്ന രീതിയിലൊക്കെ പാട്ട് പാടും. പിന്നെ ഞാനും എൻ്റെ രീതിയിൽ എനിക്കറിയാവുന്ന പാട്ടൊക്കെ പാടും കേട്ടോ. അപ്പം അതൊക്കെ ഒരു രസമാണ് അല്ലേ. പിന്നെ ഡാൻസ് പിള്ളേർ വെറുതെ എന്തെങ്കിലുമൊക്കെ കളിക്കും. പിന്നെ എൻ്റെ ടൈം വരുമ്പോഴത്തേക്കും ഞാനും എന്തെങ്കിലുമൊക്കെ കളിക്കും. പിന്നെ ഞാൻ ഒരു ഡാൻസും പഠിച്ചിട്ടുമില്ല ഒന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ കളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പിള്ളേർക്കൊരു രസമാണ്. പിള്ളേരുടെ എന്താണ് ഫിസിക്കലി മെൻ്റലി എന്താണ് പേരൻസും അവരുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കുമുള്ള ആ ഒരു എന്താണ് പേരൻസും പിള്ളേരും തമ്മിലുള്ള ബന്ധവും ഒക്കെ വർദ്ധിക്കും. ഇതൊക്കെ നല്ല ഒരു കാര്യങ്ങളാണ്. നമുക്ക് എന്താണ് പറ്റുന്ന രീതിയിൽ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പിള്ളേരുടെ കൂടെ ഇരിക്കാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ പറ്റിയ കാര്യങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ ഇപ്പം പടം വരപ്പിക്കുക, ആരാണ് നന്നായിട്ട് പടം വരയ്ക്കുന്നത് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് പിള്ളേരെ കൂടുതലായിട്ടും എന്താണ് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടുതൽ എൻഗേജ്ഡ് ആക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.